അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ അസ്വാഭാവിക മരണത്തിൽ ദുർമന്ത്രവാദ്യ സാധ്യത തള്ളാതെ അരുണാചൽ പ്രദേശ് പോലീസ് കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും കേസ് അന്വേഷണത്തിന് 5 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ഇറ്റാനഗർ SP അറിയിച്ചു. മരിച്ച ആര്യയെയും ദേവിയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീൻ എന്നാണ് സൂചന. ആര്യയുടെയും ദേവിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മാർച്ച് 28-ന് ഇറ്റാനഗറിലെത്തിയ മൂവരും കുടുംബമെന്ന് പറഞ്ഞാണ് സീറോ താഴ്വരയിലെ ഹോട്ടലിൽ മുറിയെടുത്തത്. നവീന്റെ രേഖകളാണ് നൽകിയത്. മറ്റുള്ളവരുടെ രേഖകൾ പിന്നീട് നൽകാമെന്നായിരുന്നു ധാരണ. മുറിയെടുത്ത ശേഷം 3 ദിവസം പുറത്ത് കറങ്ങി. ഏപ്രിൽ 1 മുതലാണ് ഇവരെക്കുറിച്ച് വിവരമില്ലാതായതെന്ന് SP പറഞ്ഞു. They came on 28 in the hotel, and 28, 29, 30, 31 till 31 they've seen them moving around. मतलब they used to come for breakfast and all. Restaurant में आता था, खाना खाता था, फिर घूमने जाएगा बोल के निकल जाता था. फिर 1 तारीख को वो लोग देखा नहीं होटल वाला पार्टी. മരിച്ച നവീൻ ദേവി ദമ്പതികൾ മുംബൈ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പിന്തുടരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം കണ്ടെത്തിയ അരുണാചലിലെ സിറോ താഴ്വരയിലേക്ക് ദമ്പതികൾ 1.5 വർഷം മുമ്പും ആരുമറിയാതെ യാത്ര ചെയ്തിരുന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികയും ബ്ലേഡും പോലീസ് കണ്ടെത്തി. ആര്യയുടെ കഴുത്തിലും ദേവിയുടെയും നവീന്റെയും കയ്യിലുമാണ് ബ്ലേഡ് കൊണ്ടുള്ള മുറിവുകൾ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മരിച്ച ആര്യയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. സ്കൂളിൽ അവസാനം വരെ പോകും. അവർക്ക് നല്ല താല്പര്യമാണ്. വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. ആ കാര്യത്തിലൊക്കെ പോകും. വളരെ സജീവമാണ്. എല്ലാ കാര്യത്തിലും ഉണ്ട്. ആര്യയുടെ വിവാഹ നിശ്ചയത്തോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7-ന് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. 17-ന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ദേവിയും 27-ാം തീയതി വരെ എവിടെയായിരുന്നു? മരിക്കാൻ വേണ്ടി 3000 മൈലുകൾക്കപ്പുറമുള്ള അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് എന്തിന്? അഭ്യസ്തവിദ്യരായ മൂവരെയും ദുർമന്ത്രവാദത്തിലേക്ക് തള്ളിവിട്ടത് ആര്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.